ഹലോ മക്കളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും പഠിച്ചൊക്കെ തുടങ്ങിയോ? ഒരുവിധമായോ? എന്താണ് നമ്മുടെ എക്സാം സീരീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഓൾറെഡി വീഡിയോ കണ്ടിട്ടിരിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു റിവിഷൻ വീഡിയോസ് കാണുമ്പോൾ കുഞ്ഞു കുഞ്ഞു നോട്ട് ഉണ്ടാക്കി വെക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് അത് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, പരീക്ഷയുടെ തലേന്ന് എടുത്തിട്ട് പയറ്റാനായിട്ട്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റിൻ്റെ നോട്ടിൻ്റെയും പുറകിൽ പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ സ്വന്തമാക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കുഞ്ഞു നോട്ടിൽ കാര്യം എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് എങ്ങനെയാണ്, സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഓർഗാനിസംസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ 3 ആൾക്കാരുടെ കാര്യങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി 4ാമതായിട്ട് നമുക്ക് ആരുടെ പഠിക്കണം? നമ്മൾ തന്നെ പഠിച്ചാലോ? പോവാം നമുക്ക്. യെസ്, അതായത് സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹ്യൂമൻസ്. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലേ. അതായത് XY ആണ് നമ്മളുടെ കാര്യത്തിൽ ഇത് നടക്കുക, സെക്സ് ഡിറ്റർമിനേഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫിഗർ കാണിച്ചു കൊടുത്താലോ സാറേ? നെക്സ്റ്റ് സ്ലൈഡ്, അടുത്ത സ്ലൈഡ് അല്ലേ. അതായത് മറ്റു കാര്യങ്ങളൊക്കെ എന്താണ്, ഈ ഒരു ഫിഗറിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് ആണ്. അതൊന്നും നമുക്ക് എന്ത് വേണ്ട, ഇപ്പം ഈ ഒരു അവസരത്തിൽ വേണ്ട. നിങ്ങൾക്ക് ഈ ഒരു ഫിഗറും അത്യാവശ്യം ഈ ഒരു ഫിഗർ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാനായിട്ട് കഴിയുമെങ്കിൽ എന്താണ്, സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ മെയിൽസിൽ നോക്കുവാണെങ്കിൽ മെയിലിനെ മെയിലാക്കുന്നത് ഏത് ക്രോമസോമാണ്? Y എന്ന് പറയുന്ന ക്രോമസോമാണ് അല്ലേ. XY വന്നാലാണ് ആ ഒരു ഓർഗാനിസം എന്താവുള്ളൂ, ഹ്യൂമൻസിൻ്റെ കേസിൽ മെയിലായിട്ട് മാറുള്ളൂ. XX അല്ലേ, ഹോമോസൈഗസ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ ആണെങ്കിൽ അതൊരു ഫീമെയിൽ ആയിട്ട് മാറും. മെയിലിന് XY ഉള്ളത് കൊണ്ട് തന്നെ അവർ 2 തരത്തിലുള്ള ഗ്യാമെറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്ന് X ഉള്ളതും ഒന്ന് Y ഉള്ളതും. അതായത് പകുതി 50% X ഉള്ളതായിരിക്കും, 50% Y ഉള്ളതായിരിക്കും. പക്ഷേ ഫീമെയിൽസിൻ്റെ കേസ് നോക്കുവാണെങ്കിലോ, അവർ ഹോമോസൈഗസ് കണ്ടീഷനിലല്ലേ മക്കളെ ഇരിക്കുന്നത്. അപ്പോൾ X ക്രോമസോം മാത്രമുള്ള ഗ്യാമേറ്റ്സ് ആയിരിക്കും ആര് ഫോം ചെയ്യുന്നുണ്ടാവുക, നമ്മളുടെ ഫീമെയിൽസ് ഫോം ചെയ്യുന്നുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ഈ ഗ്യാമേറ്റുകളെല്ലാം ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണോ അവർ ഫ്യൂസ് ചെയ്യുന്നത് അതനുസരിച്ചിട്ടാണ് എന്ത്, ആ കുട്ടീൻ്റെ ആ ഒരു സെക്സ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ആ ഒരു ഓർഗാനിസത്തിൽ അല്ലെങ്കിൽ ആ ഒരു ബേബിയിൽ Xഉം ആണ് ആ ഒരു ഫ്യൂഷൻ സംഭവിക്കുന്നതെങ്കിൽ അതൊരു ഫീമെയിൽ ആയിട്ട് വളരും. Xഉം Yയും ആണെങ്കിലോ അത് മെയിൽ ബേബി ആയിട്ട് വളരും. അപ്പോൾ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ആരുടെ കേസിലുള്ളത്, നമ്മളുടെ ഹ്യൂമൻസിൻ്റെ കേസിലുള്ളത്. നമുക്കപ്പോൾ അടുത്ത ആളെ പഠിച്ചാലോ സർ? യെസ്, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഒരു കുട്ടീൻ്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്ന ആരാണ്? നമ്മളുടെ അച്ഛന്മാരാണ് അല്ലേ. കാരണം അവരുടെയിലാണ് Y എന്ന് പറയുന്ന ആ ഒരു ക്രോമസോം ഉള്ളത്. Y കണ്ടെയ്ൻ ചെയ്യുന്ന സ്പേം വന്ന് ഏത് ഓവത്തിന്, അതായത് നമ്മളുടെ അമ്മേൻ്റെ ഓവത്തിനെ ഫെർട്ടിലൈസ് ചെയ്താൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഒരു ആൺകുട്ടി ഉണ്ടാവുള്ളൂ അല്ലേ. അമ്മ എന്ത് ചെയ്യാണ്, പ്രസവിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, ആ ഒരു പരിപാടിയുള്ളൂ. സെക്സ് ഡിറ്റർമിനേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ വഹിക്കുന്നത് നമ്മളുടെ അച്ഛന്മാരാണ് കേട്ടോ. ഇതൊന്നും അറിയാണ്ടാണ് എന്ത് ചെയ്യുക, കുറേ പഴയ അമ്മമാരൊക്കെ എന്ത് ചെയ്യുക, പെൺകുട്ടികൾ ഉണ്ടാവുന്ന അമ്മമാരെ പഠിക്കുക. അപ്പോൾ അതൊന്നും ഇപ്പോഴത്തെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നില്ല. പക്ഷേ പണ്ടൊക്കെ എന്താണ്, നിലനിന്ന് പോയിട്ടുണ്ടായ കുറേ സാധനങ്ങളാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ നമ്മുടെ കേസ്. അപ്പോൾ നമുക്ക് ഇത്രയും കൂടി സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് കുറച്ചും കൂടി പഠിക്കാനായിട്ടുള്ള വേറൊരു ആളുടെ നോക്കാം കേട്ടോ. നെക്സ്റ്റ് സ്ലൈഡ് സർ. യെസ്, ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെയാണ്, ഫീമെയിൽ ഹോമോഗാമെറ്റിയും അതുപോലെ തന്നെ മെയിൽ ഹെറ്ററോഗാമെറ്റിയുടെയും കാര്യമാണ് അല്ലേ. ഇനി നേരെ എന്താണ് റിവേഴ്സിൽ നമുക്ക് നോക്കാം. എന്താണ്, ഫീമെയിൽ ഹെറ്ററോഗാമെറ്റിയും അതുപോലെ തന്നെ മെയിൽ ഹോമോഗാമെറ്റിയും. ഇങ്ങനെ വരുന്ന കേസുകളും എന്തുണ്ട്, നമ്മുടെ ഭൂമിയിലുള്ള പല ഓർഗാനിസംസും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ സെലക്റ്റീവായിട്ട് കുറച്ച് ആൾക്കാരെ നമുക്ക് പഠിക്കാനുണ്ട്, നോക്കാം കേട്ടോ. അതിൽ ആദ്യത്തെ ടൈപ്പാണ് എന്ത്, നമ്മളുടെ ബേർഡ്സിൻ്റെയും അതുപോലെ തന്നെ ചില ഫിഷസും കാണിക്കുന്ന ZW എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ സെഡും ഡബ്ല്യൂയും കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും Xഉം Yയും ഇട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് കൺഫ്യൂസ്ഡ് ആവില്ലേ, നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ച കാര്യമായിട്ട്. അതുകൊണ്ടാണ് ഇവിടെ സെഡും Yയും ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ. Y ഇല്ല, സെഡും ഡബ്ല്യൂയും. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു ഹോമോസൈഗസ് കണ്ടീഷനിലിരിക്കുന്നത് Z എന്ന് പറയുന്ന ആളാരായിരിക്കും, നമ്മളുടെ മെയിൽ ആയിരിക്കും. ZW എന്ന് പറയുന്നത് ആരായിരിക്കും, നമ്മളുടെ ഫീമെയിൽ ആയിരിക്കും. നമുക്ക് ഫിഗർ കാണിച്ചാലോ സാറേ? അടുത്തത് യെസ്, കണ്ടോ, Z എന്ന് പറയുന്നത് മെയിൽ ആയിരിക്കും, ZY എന്ന് പറയുന്നത് ഫീമെയിൽ ആയിരിക്കും. മെയിൽസ് ഹോമോഗാമറ്റിക് കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ Z എന്ന് പറയുന്ന ആ ഒരു ക്രോമസോം ക്യാരി ചെയ്യുന്ന ഗ്യാമേറ്റ്സ് മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. ഫീമെയിൽസിൻ്റെ കേസ് ആണെങ്കിലോ 2 തരത്തിലുള്ള ഗ്യാമേറ്റ്സ് ഉണ്ടാക്കും അല്ലേ, 2 തരത്തിലുള്ള ഓവംസ് അവർ പ്രൊഡ്യൂസ് ചെയ്യാം. ഒന്ന് നമ്മളുടെ Z ഉള്ളതും ഒന്ന് Y ഉള്ളതും. ഇനി അവരെങ്ങനെയാണോ ഫ്യൂസ് ചെയ്യുന്നത് അതാണ് എന്ത്, നമ്മളുടെ കുഞ്ഞി എന്താണ് കിളികളുടെയും അതുപോലെ തന്നെ ചെറിയ ഫിഷുകളുടെ എല്ലാം സെക്സ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് കാരണമാവാം. ഇപ്പോൾ സെഡുമാണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ അവരാരായിട്ട് വളരാണ്, മെയിലായിട്ട് വളരാണ്. സെഡും Yയും ആണെങ്കിലോ അവർ ഫീമെയിൽ ആയിട്ട് വളരാണ്. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, നോട്ട് എഴുതുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളെല്ലാം ടേബിൾ ആക്കി വെച്ചിട്ടില്ലേ, അതിൻ്റെ അടിയിൽ ഇതും കൂടി ഒന്ന് കാച്ചിക്കോളാം. എന്നിട്ട് എന്തും കൂടി എഴുതണം, അഡീഷണൽ ആയിട്ട്
ഇത് അതായത് എന്തിനുള്ള ഒരു ഉദാഹരണം കൂടിയാണ്, മെയിൽ ഹോമോഗാമറ്റിക്കും ഫീമെയിൽ ഹെട്രോഗാമറ്റിക്കും കൂടിയുള്ള ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. നേരത്തെ പറഞ്ഞ ഒരു മെയിൽ ഹോമോഗമിയും അതുപോലെ തന്നെ ഫീമെയിൽ ഹെട്രോഗമിക്കും ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എഴുതി വെക്കാം. അല്ലെങ്കിൽ എന്താണ് ZZ സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാലും എന്ത് തന്നെ എഴുതണം, ഈ ഒരു കേസ് തന്നെ എഴുതണം കേട്ടോ. സിമ്പിൾ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ടൈപ്പ് നോക്കാം കേട്ടോ. യെസ്, അതോടുകൂടി എന്ത് കഴിഞ്ഞിരിക്കുകയാണ്, നമ്മുടെ സെക്സ് ഡിറ്റർമിനേഷൻ ഓർഗാനിസംസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മ്യൂട്ടേഷൻ അല്ലേ. മ്യൂട്ടേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ദ സഡൻ ഇൻഹെറിറ്റബിൾ ചേഞ്ചസ് ഇൻ ആൻ ഓർഗാനിസം ആണ് അല്ലേ. അതായത് നമ്മളുടെ എന്താണ് ബോഡിയിൽ പെട്ടെന്ന് എന്തുണ്ടാവുന്നു, കുറച്ച് മ്യൂട്ടേഷൻസ് ഉണ്ടാവുകയാണ്. കെമിക്കൽ എന്തെങ്കിലും ഒക്കെ കയറി അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് വഴിയിട്ട് നമ്മുടെ ജീനിക് കണ്ടന്റിൽ അല്ലെങ്കിൽ നമ്മുടെ ജീൻസിൽ ക്രോമസോംസിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടാവുകയാണ്. ആ ഒരു വേരിയേഷൻ നമ്മുടെ അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്തു പോകുന്ന ആ ഒരു പ്രതിഭാസത്തെ എന്ത് വിളിക്കുന്നത്, നമ്മൾ മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. എ സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ് ഇൻ ദ ജനറ്റിക് മെറ്റീരിയൽ ഓഫ് ആൻ ഓർഗാനിസം ഈസ് കോൾഡ് വാട്ട്, മ്യൂട്ടേഷൻ. ഓക്കെ ആണല്ലോ മക്കളെ. അപ്പോൾ എന്താണ് മ്യൂട്ടൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഇമ്പോർട്ടൻ്റ് ആണ്. മ്യൂട്ടേഷൻ ഉളവാക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ആൻ ഓർഗാനിസം ഷോയിങ് ആൻ അൾട്ടേർഡ് ഫീനോടൈപ്പ് ആസ് ദ റിസൾട്ട് ഓഫ് ദ മ്യൂട്ടേഷൻ ഈസ് നൗൺ ആസ് മ്യൂട്ടൻ. അതായത് ഇപ്പോൾ എന്നിൽ എന്തെങ്കിലും എന്താണ് ഒരു ജീനോമിക് ചേഞ്ച് മ്യൂട്ടേഷൻ വഴി നടന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് എൻ്റെ ഫീനോടൈപ്പിൽ ഒരു വ്യത്യാസം വരില്ലേ, ആ ഒരു വ്യത്യാസം കാണിക്കുന്ന മ്യൂട്ടേഷന് വിധേയമായിട്ടുള്ള ആ ഒരു ഓർഗാനിസത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മ്യൂട്ടൻ്റ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് സ്ലൈഡ് സർ. യെസ്, ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്ന ഒരു ഭാഗമാണ് എന്ത്, മ്യൂട്ടാജൻ. മ്യൂട്ടൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മ്യൂട്ടേഷൻ നടന്നു കഴിഞ്ഞ ഒരു ഓർഗാനിസമാണ്. മ്യൂട്ടാജൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒന്നില്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള അല്ലെങ്കിൽ കെമിക്കലായിട്ടുള്ള ഏതെങ്കിലും ഫാക്ടർ ആ മ്യൂട്ടേഷൻ കോസ് ചെയ്ത്, അതായത് മ്യൂട്ടേഷൻ എന്താണ് ഉണ്ടാക്കിയ ഫിസിക്കലായിട്ടുള്ളതോ കെമിക്കലായിട്ടുള്ളതോ ആയിട്ടുള്ള സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മ്യൂട്ടാജൻ എന്ന് വിളിക്കുന്നത്. ഇനി അതെന്തുണ്ട്, ഫിസിക്കൽ മ്യൂട്ടാജൻസും ഉണ്ട്, അതുപോലെ തന്നെ കെമിക്കൽ മ്യൂട്ടാജൻസും ഉണ്ട്. ഫിസിക്കൽ മ്യൂട്ടാജൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ് റേസ് അതുപോലെ തന്നെ UV റേഡിയേഷൻസ് എല്ലാം വരും. കെമിക്കൽസ് വരുമ്പോൾ എന്താണ്, ചില കെമിക്കൽസ്, അതിന് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആരാണ്, നമ്മുടെ മസ്റ്റാർഡ് ഗ്യാസ്, നൈട്രസ് ആസിഡ്, അതുപോലെ തന്നെ കോൾചിക്കം, അതുപോലെ തന്നെ EMS. ഇത്രയും ആൾക്കാർ 2-3 എക്സാമ്പിൾ അല്ലെങ്കിൽ 1-2 എക്സാമ്പിളെങ്കിലും എന്ത് എഴുതുക, നമ്മളെ കെമിക്കൽ മ്യൂട്ടാജനിൽ പഠിക്കട്ടെ. സിമ്പിൾ ആയിട്ടുള്ള 2 സെലക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ എന്ത് കഴിഞ്ഞിരിക്കുകയാണ്, നമ്മുടെ മ്യൂട്ടേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ എന്തുണ്ട്, കുറച്ചും കൂടിയും ഈ ഒരു ഏരിയയിൽ അഡീഷണൽ ആയിട്ട് വരുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട് കേട്ടോ. നമുക്കത് നോക്കിയാലോ സർ. യെസ്, അതായത് മ്യൂട്ടേഷന് എന്താണ് പല ടൈപ്പിൽ വരാറുണ്ട്. മേജറായിട്ടും 2 രീതിയിലാണ്. ഒന്ന് ക്രോമസോമൽ മ്യൂട്ടേഷനും 2 ജീൻ മ്യൂട്ടേഷൻ അല്ലെങ്കിൽ പോയിന്റ് മ്യൂട്ടേഷനും. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മക്കളെ. മ്യൂട്ടേഷൻ്റെ 2 ടൈപ്പ് ഏതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എന്ത് ചോദിക്കാം, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഡിസ്ക്രിപ്റ്റീവായിട്ടും ചോദിക്കാം. അപ്പോൾ നമുക്ക് വേഗം എന്താണെന്ന് നോക്കിയാലോ. നോക്കാം സർ. യെസ്, ആദ്യത്തെയാണ് എന്ത്, ക്രോമസോമൽ മ്യൂട്ടേഷൻ. അതായത് മ്യൂട്ടേഷൻ കോസിങ് ചേഞ്ചസ് ഇൻ ദ സ്ട്രക്ചർ ആൻഡ് നമ്പർ ഓഫ് ദ ക്രോമസോംസ് ആർ ടേംഡ് ആസ് ക്രോമസോമൽ മ്യൂട്ടേഷൻ. അതായത് ക്രോമസോമിൽ എന്തെങ്കിലും സ്ട്രക്ചറിലെയോ അല്ലെങ്കിൽ എന്താണ് അവരുടെ നമ്പറിലോ എന്തെങ്കിലും വ്യത്യാസം വരുത്തുന്ന മ്യൂട്ടേഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്രോമസോമൽ മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത്. അത് 2 തരത്തിലുണ്ട്. ക്രോമസോമൽ അബറേഷൻസ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ ക്രോമസോമൽ മ്യൂട്ടേഷൻ, അല്ലെങ്കിൽ എന്താണ് പ്ലോയിഡി ചേഞ്ചസ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ ക്രോമസോമൽ മ്യൂട്ടേഷൻ. ഒന്നില്ലെങ്കിൽ അവരുടെ സ്ട്രക്ചർ മാറാം, അതിനെയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അല്ലെങ്കിൽ അവരുടെ എന്ത് ചെയ്യാം, നമ്പറിൽ വ്യത്യാസം വരാം. അതാണ് അവരുടെ പ്ലോയിഡി ചേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെറ്റല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. ഇനി അതിലാദ്യം പറഞ്ഞ ആളാണ് എന്ത്, ക്രോമസോമൽ അബറേഷൻ എന്ന് പറയുന്നത്. അതായത് സ്ട്രക്ചറിൽ എന്തെങ്കിലും മ്യൂട്ടേഷൻ വരാമെന്ന് പറയുന്നതാണ് എന്ത്, ഈ ഒരു ക്രോമസോമൽ അബറേഷൻ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എത്ര തരത്തിലുണ്ട്, മേജറായിട്ടും 4 തരത്തിലാണുള്ളത്. ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം ഡിലീറ്റ് ആയി പോവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഉള്ള ഭാഗം തന്നെ ഡ്യൂപ്ലിക്കേറ്റഡ് ആയിട്ട് വരാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നേരെ ഇരിക്കുന്നത് ഒന്ന് തിരിഞ്ഞ് അല്ലേ, റിവേഴ്സ് കണ്ടീഷനിൽ, അതാണ് ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഇനി 4മത്തെയാണ് എന്ത്, ട്രാൻസ്ലൊക്കേഷൻ, അവരവരുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, 4 ടൈപ്പ് ഉണ്ട് എന്ത്, നമ്മളുടെ ക്രോമസോമൽ അബറേഷൻസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മക്കളെ, നോക്കിയിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. ഇനി എങ്ങനെയാണ് 2മത്തെ ടൈപ്പ് നമ്മൾ പറഞ്ഞു അല്ലേ, പ്ലോയിഡി ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ ക്രോമസോമിൻ്റെ നമ്പർ ചേഞ്ച് ചെയ്യാവുന്ന മ്യൂട്ടേഷൻസും ആണ് 2മത്തെ ടൈപ്പ് എന്ന് പറയുന്നത്. ദീസ് ആർ ദ മ്യൂട്ടേഷൻസ് ദാറ്റ് ബ്രിങ് അബൌട്ട് ദ ചേഞ്ചസ് ഇൻ ദ ക്രോമസോം നമ്പർ ഓഫ് എ പെർട്ടിക്കുലർ ഓർഗാനിസം അല്ലേ. ക്രോമസോം നമ്പറിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്ന ആ മ്യൂട്ടേഷൻസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ പ്ലോയിഡി ചേഞ്ചസ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ മ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത്. ഇത് 2 തരത്തിലുണ്ട്, യൂപ്ലോയിഡി ഉണ്ട്, അന്യൂപ്ലോയിഡി ഉണ്ട് അല്ലേ. യൂപ്ലോയിഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ ചേഞ്ച് ഇൻ ദ ക്രോമസോം നമ്പർ ഇൻ എക്സാക്ട് മൾട്ടിപ്പിൾ ഓഫ് ദ ഹാപ്ലോയിഡ് N നമ്പേഴ്സ്. അതായത് എന്താണ്, N ആണ് അവരുടെ പ്ലോയിഡി നമ്പർ എങ്കിൽ
അതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് അവരുടെ എന്ത് വരാം, നമ്പറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ക്രോമസോം നമ്പറിൻ്റെ ചേഞ്ചസ് വരാം. n വരാം, 2n ഒരിക്കലും വരില്ല കേട്ടോ മക്കളെ. എന്താ വരുള്ളൂ, 2n എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിപ്ലോയിഡ് കണ്ടീഷനാണ്. അടുത്ത ഒരു മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ 3യോ 4ഓ, അതായത് 3n-ഓ 4n-ഓ 5n-ഓ അങ്ങനെ ആയിരിക്കും എന്ത് ചെയ്യുക, അവരുടെ പ്ലോയിഡി ചേഞ്ച് ചെയ്യുന്നുണ്ടാവുക. അതാണ് എന്ത്, യൂപ്ലോയിഡി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അന്യൂപ്ലോയിഡി എന്താണെന്ന് നോക്കണ്ടേ, നോക്കാം സർ. യെസ്, അന്യൂപ്ലോയിഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ചേഞ്ചസ് ഇൻ ദ ക്രോമസോം നമ്പർ ആസ് എ റിസൾട്ട് ഓഫ് അഡീഷൻ ഓർ ലോസ് ഓഫ് ഇൻഡിവിജ്വൽ ക്രോമസോം ഫ്രം ദ 2n നമ്പർ. അതായത് ഡിപ്ലോയിഡ് ആയിട്ടിരിക്കുന്ന കണ്ടീഷനാണ് അല്ലേ ഈ 2n എന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്ലോയിഡ് ആയിട്ടിരിക്കുന്ന 2n കണ്ടീഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം വിട്ടു പോവുകയോ ഏതെങ്കിലും ഒരു ഭാഗം ആഡ് ചെയ്ത് വരികയോ ചെയ്യുന്ന മ്യൂട്ടേഷനുകളെയാണ് അന്യൂപ്ലോയിഡി എന്ന് പറയുന്നത്. ഇത് നടക്കുന്നത് എവിടെയാണ്, 2n കണ്ടീഷനിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് രണ്ട് തരത്തിൽ കാണാം, ട്രൈസോമി അല്ലെങ്കിൽ എന്താണ്, മോണോസോമി. യെസ്, അപ്പോൾ ട്രൈസോമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2n-ൽ എന്താണ്, ഒരു ക്രോമസോം ആഡ് ചെയ്ത് വരാം. മോണോസോമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒന്ന് കുറവാവാനുള്ള കണ്ടീഷനാണ് കേട്ടോ. അപ്പോൾ അത്രയും നോക്കി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെഷൻ കിട്ടും. അടുത്തൊരു സ്ലൈഡ് കാണിച്ചല്ലോ സർ. യെസ്, ഇനി ഒരു ടൈപ്പും കൂടി ഉണ്ട്, എന്ത്, നള്ളിസോമി എന്ന് പറയുന്നത്. നള്ളിസോമി എന്ന് പറയുമ്പോൾ എന്താണ്, 2n-ൽ നിന്ന് 2 പെയർ ഓഫ് ക്രോമസോം ആണ് അല്ലെങ്കിൽ പെയർ ഓഫ് ക്രോമസോംസ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, മാറി പോകുന്നത്, ഡിലീറ്റ് ആയിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് വേണം, നമ്മുടെ ക്രോമസോമൽ അബറേഷൻസിൽ അല്ലേ പ്ലോയിഡി ചേഞ്ചിൽ വരുന്ന സബ് ഡിവിഷൻസ് ആണ്. എന്തായാലും നോക്കി പോകണം. ഈ നള്ളിസോമിയൊക്കെ എടുത്തെടുത്ത് എപ്പോഴും ചോദിക്കുന്നതാണ്. എന്തുകൊണ്ട് നള്ളിസോമി മാത്രം നോക്കി പോരുതേ, നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്ന് ചെറിയ നോട്ടാക്കി എഴുതി വെച്ചിട്ട് വേണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ എക്സാമിന് പോകാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്ലൈഡ് റിമൂവ് ചെയ്താലോ സർ. യെസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ കുഞ്ഞു വീഡിയോയിൽ പറഞ്ഞത്. എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ നോട്ട് ചെയ്താൽ കുഞ്ഞു കുഞ്ഞു നോട്ടായിട്ട് എഴുതി വയ്ക്കുക. കുറച്ച് വലിയ സെൻറ്റൻസുകളൊന്നും എഴുതണ്ട, ജസ്റ്റ് എന്താണെന്ന് മാത്രം എഴുതിയിട്ട് പോവുക. എന്തായാലും വരും കേട്ടോ മക്കളെ. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി പോർഷൻസുമായിട്ട് കാണാം. ബൈ.